വചനമൊഴി ജനുവരി 22. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 3:19-26, യോഹന്നാന്റെ സുവിശേഷം 5:39-47. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനത്തിൽ നാം ശ്രവിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്ന യഹൂദ റബിമാരെ കുറിച്ച് ഈശോ പറയുന്നതാണ്. നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്നുവെങ്കിലും അവയിലുള്ള ജീവന്റെ വചസ്സുകൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈശോയെ സ്വീകരിക്കാത്തവർ വിശുദ്ധ ലിഖിതങ്ങളെയാണ് തള്ളി പറയുന്നത്. മോശയെ നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നെയും സ്വീകരിക്കുമായിരുന്നു, എന്തെന്നാൽ മോശ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് എന്ന ഈശോ പറയുന്നത്. പഴയ നിയമത്തിൽ മോശയുടെ ഗ്രന്ഥത്തിൽ മിശിഹായുടെ വരവിനെക്കുറിച്ചും മിശിഹായെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് മിശിഹ. മിശിഹായെ തിരസ്കരിക്കുന്നവർ പഴയ നിയമത്തെ തന്നെയാണ് തിരസ്കരിക്കുന്നത് എന്ന് ഈശോ പറയുകയാണ്. മോശയെ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമം സ്വീകരിക്കുന്നവർ. പഴയ നിയമം സ്വീകരിക്കുന്നവർക്ക് മിശിഹായെയും സ്വീകരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം പഴയ നിയമത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ച് തന്നെയാണ്. സ്ലീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള ഇന്നത്തെ ലേഖന ഭാഗത്തും നാം കാണുന്നത് മോശയെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യമാണ്, മിശിഹായെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യമാണ്. വരാനിരിക്കുന്ന മിശിഹ മോശയെ പോലെ ഒരു പ്രവാചകനായി അവതരിക്കും എന്ന തിരുവചനം പറയുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ മോശയെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ഉയർത്തുമെന്ന് പറഞ്ഞത് ഈശോ മിശിഹായിൽ യാഥാർത്ഥ്യമായി എന്ന സ്ലീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള പത്രോസ്ലീഹയുടെ പ്രസംഗത്തിൽ നാം ശ്രവിക്കുന്നത്. പഴയ നിയമത്തിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക വെളിപാടിന്റെ പൂർണ്ണത ഈശോ മിശിഹായിൽ നാം കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഈസ് ഹിഡൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ പുതിയ നിയമമുണ്ട്, പുതിയ നിയമത്തിലൂടെ പഴയ നിയമം കൂടുതൽ വ്യക്തമാക്കപ്പെടുന്നുവെന്ന്. ഈശോ മിശിഹായിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ദൈവവചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവിക രഹസ്യം പങ്കുവെക്കുന്നതിനും നമുക്ക് സാധിക്കണം. മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന, തിരുവചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം നയിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.